ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡോർ ഉണ്ട് കേട്ടോ. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ വീട് അടഞ്ഞു കിടക്കുകയാണെങ്കിലും ആരാണ് പുറത്ത് വന്നതെന്നുള്ള ഒരു ഇങ്ങനെ നോക്കാനായിട്ട് പറ്റും. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേൺ. ബീച്ച് ആൻഡ് വൈറ്റ് കോംബോയിലാണ് ഈ ഒരു കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഓപ്പൺ കിച്ചന്റെ സ്ഥാനം. ഏകദേശം 10ഓളം ആളുകൾക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ഡൈനിങ് ടേബിൾസ് തന്നെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 13 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു 5 ബെഡ്റൂം ഉള്ള വീടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരിക്കൽ നമ്മളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചു. ആളുടെ ആവശ്യം ഒരു 4 ബെഡ്റൂം ഉള്ള വീടാണ്. എറണാകുളം ജില്ലയിലെ ആ കണ്ണായ സ്ഥലത്തായിരിക്കണം ആളുടെ വീട് വേണ്ടത്. അതും ഏകദേശം 8 സെന്റ് സ്ഥലമൊക്കെ വേണം. അങ്ങനെയൊക്കെയാണ് ആളുടെ ആവശ്യമെങ്കിലും ആൾക്ക് ബഡ്ജറ്റ് അത്രയൊന്നുമില്ല. ഒരു 25 ലക്ഷം രൂപ മാക്സിമം അത്ര എടുക്കാനുള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചു ആളെന്നെ കളിയാക്കാനായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരിക്കലുമല്ല എന്ന് പിന്നീട് മനസ്സിലായി. ആളുടെ ആവശ്യങ്ങളും ആളുടെ കയ്യിലുള്ള ഫണ്ടും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതാണ് ആൾക്ക് ചിലവാക്കാൻ പറ്റുന്ന ആകെ തുക. പക്ഷെ വീടൊരു വലിയ വീടായിരിക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള, പല രീതിയിൽ ആവശ്യങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ എല്ലാ വീടുകളും ഒന്നും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതായിരിക്കില്ല. ഇവിടെ ഞാൻ നിങ്ങളെ ഒരു വീട് പരിചയപ്പെടുത്താൻ പോവുകയാണ്. 5 ബെഡ്റൂം ഉള്ള വീട്. ചിലപ്പോൾ ബഡ്ജറ്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിലുള്ള ഒരു വീടായിരിക്കും. ഏകദേശം 13 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു 5 ബെഡ്റൂം ഉള്ള വീടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ടഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, തുടർച്ചയായി വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും പഠിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 4.1 സെന്റിനകത്തായിട്ട് 2200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് കേട്ടോ ഈ ഒരു വീട്. അപ്പോൾ ഈ വീട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്കടുത്ത് മലയിടംതുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ടാണ്. ഏകദേശം ഇവിടെ നിന്നുള്ള ദൂരം നോക്കിക്കഴിഞ്ഞാൽ പൂക്കാട്ടുപടിയിലേക്ക് ഏകദേശം 3.5 കിലോമീറ്ററോളം ഇവിടെ നിന്ന് ദൂരമുണ്ട്. ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 12ഓളം കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ദൂരം. ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 14ഓളം കിലോമീറ്റർ വരും. അതേപോലെ തന്നെ 13ഓളം കിലോമീറ്റർ ഇവിടെ നിന്ന് കാക്കനാടേക്കുള്ള ദൂരം വരും. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഉള്ളിലേക്ക് വരാനുള്ള റോഡ് ഇതാണ്. ഈ ഒരു റോഡ് ഇന്റർലോക്ക് ബ്രിക്സ് ഒക്കെ ഇട്ടേക്കുന്ന ഒരു റോഡാണ്. അതിന് തൊട്ട് ചേർന്ന് തന്നെ ടാർ റോഡാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 10 അടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ടാർ റോഡിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അത്രയും ദൂരമാണ് ഇവിടെ നിന്ന് വീട്ടിലെ റോഡിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ മതിലും അതേപോലെ ഗേറ്റും നോക്കാം. മതിലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇഷ്ടികയുടെ, അതായത് വെട്ടുകല്ലിന്റെ ഡിസൈൻ വരുന്ന ഒരു ടെക്സ്ചർ വർക്ക് മതിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഒരു പർഗോള ഡിസൈനും മറ്റുമൊക്കെ മതിൽ കൊടുത്തേക്ക് നമുക്ക് കാണാം. മതിലിന് മുകളിലായിട്ട് നോക്കിയാൽ ഡിനോസറിന്റെ മൊത്തം കണക്കിലുള്ള ആ ഒരു LED ലൈറ്റിനെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. LED ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി മെയിൻ ഗേറ്റിലേക്ക് നോക്കിയാൽ ഒരു ബീച്ച് ആൻഡ് വൈറ്റ് കോംബോയിലാണ് ഈ ഒരു മെയിൻ ഗേറ്റിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് GIയുടെ സ്ക്വയർ ട്യൂബും അതേപോലെ തന്നെ ഇവിടെ MS-ന്റെ ഷീറ്റിനകത്ത് CNC കട്ടിങ് കൊടുത്തിരിക്കുന്നു. ഒരു ഡെക്ക് ബെഡ് ഇവിടെ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സ്ഥലത്തെ മാക്സിമം ലാഭിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ടേക്ക് നമുക്ക് തുറക്കാം. ഇനി ഈ ഒരു വീടിന്റെ ഡിസൈനെ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ കണ്ടുവരുന്ന, അല്ലെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു പാറ്റേൺ. ആ ഒരു പാറ്റേൺ തന്നെയാണ് ഇവർ ഈ ഒരു വീടിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അപ്പോൾ കളർ കോമ്പിനേഷൻ നോക്കി അത്യാവശ്യം കുറച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. സ്പോട്ട് LED ലൈറ്റുകൾ ആവശ്യത്തിന് കൊടുത്തേക്ക് കാണാൻ പറ്റും. GIയുടെ സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ഡിസൈൻ വർക്കുകളും മറ്റുമൊക്കെ പലയിടത്തും നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെ. ഫ്രണ്ട് എലിവേഷൻ നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വീടിന്റെ ആ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഇന്റർലോക്ക് ബ്രിക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പോയിലാണ് ആ ഒരു കാര്യത്തെ കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ്. അത്യാവശ്യം നിങ്ങൾക്കൊരു കോമ്പാക്ട് SUV-യോ അല്ലെങ്കിൽ ഒരു SUV-യോ വാഹനമോ സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പേസ്, അല്ലെങ്കിൽ ഒരു ഇന്നോവ കണക്കുള്ള ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഈ ഒരു കവേർഡ് കാർ പാർക്കിംഗിനുള്ളിലായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു കാർ പാർക്കിങ്ങിന്റെ ഈ ഒരു ഭിത്തിയിൽ അവിടെ ഒരു തൂങ്ങിലായിട്ട് കൊടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ ബീച്ച് ആൻഡ് ബ്ലാക്ക് ഗ്രേ കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന ഒരു ടെക്സ്ചർ വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഇലക്ട്രിക് വാഹനങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാർജ് ചെയ്യാനായിട്ട് പവർ പ്ലഗ് ആവശ്യമാണ്. അത് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടും ചുറ്റുമതിലുമായിട്ട് ഏകദേശം ഇത്രത്തോളം ഗ്യാപ്പാണ് ഈ ഒരു ഭാഗത്ത് കിട്ടുക. ഇവിടെയായിട്ട് എല്ലാം ആ ഒരു ഇന്റർലോക്ക് ബ്രിക്സിനെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് നോക്കാം. ഇവിടെയായിട്ട് നിങ്ങൾക്ക് വലിയൊരു വാഹനം കൂടെ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ 2 വാഹനങ്ങൾ സുഖമായിട്ടും ഈ ഒരു വീടിന്റെ കോമ്പൗണ്ടിനുള്ളിൽ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് കിണർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കിണറിന് വീടിന്റെ ചുറ്റുമതിൽ നമ്മൾ കണ്ട അതേ ഒരു ടെക്സ്ചർ പാറ്റേൺ ഇവിടെ കൊടുത്തിരിക്കുന്ന കാണാൻ പറ്റും. കിണറിന് മൂടിയും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇത്രത്തോളം സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വീടും ചുറ്റുമതിലുമായിട്ട് ഇത്രത്തോളം സ്ഥല സൗകര്യമുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് മീറ്റർ ബോക്സിന്റെ സ്ഥാനം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്രയും സ്പേസ് ഒക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ വാഹനം ഇല്ലാന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടികളൊക്കെ വെച്ച് നല്ലൊരു പൂന്തോട്ടത്തെ ഇവിടെ ഒരുക്കി എടുക്കാനായിട്ട് പറ്റും. അതിനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്.
ഇവിടേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് സിറ്റ് ഔട്ടിന്റെ സ്ഥാനം വരുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു കസേര ഇടാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. തടികളുടെ കാര്യം പറഞ്ഞാൽ ആഞ്ഞിലി, മഹാഗണി തുടങ്ങിയ മരങ്ങളാണ് ഇവിടെ തടികൾക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മെയിൻ ഡോറിലേക്ക് നോക്കിയാൽ രണ്ട് വശങ്ങളിലേക്ക് തുറക്കാവുന്ന ഒരു ഡോറാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ മെയിൻ ഡോറിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങളൊരു ഗ്ലാസിന്റെ പോർഷൻ നിങ്ങൾ കാണാം. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കയറി വരുമ്പോൾ കാണിക്കാം. അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൊരു ഡോർ ഉണ്ട് കേട്ടോ. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ വീട് അടഞ്ഞു കിടക്കുകയാണെങ്കിലും ആരാണ് പുറത്ത് വന്നതെന്നുള്ള ഒരു ഇങ്ങനെ നോക്കാനായിട്ട് പറ്റും. അപ്പോൾ സേഫ് ആണ്, നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട. ഇത് ടഫൻ ഗ്ലാസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിലായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കയറി വന്നു കഴിഞ്ഞാൽ കാണാം, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡോറ് കാണുന്നത്. എന്തായാലും നല്ല രസമുണ്ടത് കാണാനായിട്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡോറ് തുറക്കാതെ തന്നെ പുറത്ത് ആരാ വന്നതെന്നുള്ള കാര്യം നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ലെൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ നേരത്തെ ഔട്ട് ഓഫ് ഫാഷൻ ആയ ഒരു കാര്യമാണ്. പക്ഷേ എന്തായാലും ഈ ഒരു കാര്യം കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ലിവിംഗ് ഏരിയയിലേക്കാണ് വരുന്നത്. അപ്പോൾ ലിവിംഗ് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് TV യൂണിറ്റ് മൾട്ടിവുഡിലാണ് ഈ ഒരു ഡിസൈൻ വർക്കുകൾ പൂർണ്ണമായും ചെയ്തിരിക്കുന്നത്. വലിയ TV തന്നെ വെക്കാനുള്ള സ്പേസ് കിട്ടുന്നു. ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ലോട്ടുകൾ ഈ ഭാഗങ്ങൾ നമുക്ക് കാണാം. മുകളിലായിട്ട് ഫോട്ടോ ഫ്രെയിംസോ മറ്റു കരകൗശല വസ്തുക്കളൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തെ അലങ്കരിക്കാനായിട്ട് പറ്റും. ടിവിയുടെ അനുബന്ധ ഉപകരണങ്ങൾ വെക്കാൻ പാകത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് തൊട്ട് കീഴെയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ 3 പാളികളുടെ ജനാല ഈ ഒരു വശത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും 3 പാളികളുടെ ജനാല, 2 ഭിത്തികളിലും 3 പാളികളുടെ ജനാലകൾ കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ക്രോസ് വെന്റിലേഷനെ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുന്നതാണ്. ഈ ഒരു ഭാഗത്തായാണ് നമ്മളുടെ കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ്. നമുക്ക് 3-4 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള വലിയ കോർണർ സെറ്റീസ് തന്നെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള നല്ല സ്ഥല സൗകര്യം ഇവിടെ കിട്ടുന്നത്. സെൻട്രലായിട്ട് ഒരു ടീപ്പോ ഇടാനുള്ള സ്പേസും നമുക്ക് കിട്ടുന്നു. ഇനി ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ വൈറ്റ് കളർ ടൈലുകളാണ്, സെറാമിക് വെട്രിഫൈഡ് ടൈൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ മുകളിലേക്ക് നോക്കാം, സീലിംഗിലേക്ക് നമുക്ക് നോക്കാം. ജിപ്സം സീലിംഗ് വർക്കാണ്. സ്ട്രിപ്പ് ലൈറ്റുകളും അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നു. വാം കളർ ടോണും മിൽക്കി വൈറ്റ് നിറമുള്ള കളേഴ്സും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓറിയന്റിന്റെ ഒരു BLDC ഫാനെ അവിടെ ഒത്ത നടുവിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് നേരെ പോകേണ്ടത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിൽ ഈ ഒരു ഇടനാഴി സ്പേസിലായിട്ട് ഈ ഒരു ഭാഗത്താണ് DBയുടെ സ്ഥാനം. GMന്റെ ആണ് ഈ ഒരു DB വരുന്നത്. വി ഗാർഡിന്റെ മറ്റുമാണ് വയറിംഗ് വരുന്നത്. അതേപോലെ തന്നെ GMന്റെ ആണ് ഈ ഒരു ബ്രേക്കേഴ്സ് വരുന്നത്. 3 ഫേസ് കണക്ഷൻ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ ഡൈനിങ് ഏരിയ ആണ്. ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ സ്റ്റെയറിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു പാർട്ടീഷൻ വർക്കും അതിലൊരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് വെച്ചുള്ള സീലിംഗ് വർക്കും ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഏകദേശം 10ഓളം ആളുകൾക്ക് ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയ ഡൈനിങ് ടേബിൾസ് തന്നെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ വാഷ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ഗ്രാനൈറ്റ് ആണ് ഇവിടെ വരുന്നത്. സെറയുടെയാണ് വാഷ് ബേസിൻ വരുന്നത്. മുകളിലായിട്ട് ആർച്ച് ഷേപ്പിലുള്ള LED ലൈറ്റ് വരുന്നു. താഴത്തായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസും ആവശ്യാനുസരണം കൊടുത്തിരിക്കുന്നു. സ്റ്റെയറിന്റെ കീഴ്ഭാഗമായതുകൊണ്ട് തന്നെ ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു സ്പേസ് ഇതിനുള്ളിലായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം മൾട്ടിവുഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി സ്റ്റെയറിന്റെ പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് നമുക്കൊരു പർഗോള കാണാൻ പറ്റും. ഇവിടെയായിട്ട് 2 പാളികളുടെ ജനാല കാണാൻ പറ്റും. ഇത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് തുറക്കുന്ന ജനാലയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ജനാലയും കൂടെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെയും ക്രോസ് വെന്റിലേഷൻ തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാണ്. ഇനി ഫ്ലോറിംഗിന്റെ ടൈലുകളിലേക്ക് നോക്കാം. ലിവിംഗ് ഏരിയയിൽ നമ്മൾ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയിലും യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് നോക്കാം. സീലിംഗിലും ആ ഒരു ജിപ്സം സീലിംഗ് വർക്കുകളാണ്. സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ഡൈനിങ് ഏരിയയിലെ സീലിംഗിനും കൊടുത്തത്. ഇവിടെയും ഒരു BLDC ഫാനിനെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ ഓപ്പൺ കിച്ചന്റെ സ്ഥാനം. അപ്പോൾ ഓപ്പൺ കിച്ചൺ എല്ലാം മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ അങ്ങിങ്ങായിട്ടൊക്കെ വെക്കാൻ പാകത്തിന് കുറച്ച് സ്പേസ് ഒക്കെ നമുക്കുണ്ട്. പക്ഷേ കവേർഡായിട്ടുള്ള സ്പേസുകളൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ വർക്കുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ പ്ലാന്റുകളോ മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് നല്ലൊരു സെർവ് ഏരിയ കൊടുത്തിരിക്കുന്നു. കിച്ചണിനുള്ളിൽ നമ്മുടെ ആഹാര പദാർത്ഥങ്ങളൊക്കെ വെക്കാനായിട്ട് ആ ഒരു സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ്. നമുക്ക് നേരെ അടുക്കളയ്ക്കുള്ളിലേക്ക് വരാം. അടുക്കളയ്ക്കുള്ളിലേക്ക് വന്നാൽ ബീച്ച് ആൻഡ് വൈറ്റ് കോംബോയിലാണ് ഈ ഒരു കിച്ചൺ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ ആണ്. L ഷേപ്പിലുള്ള ടോപ്പ് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് 3 പാളികളുടെ ജനാല നമുക്ക് കാണാം. ഇവിടെയായിട്ട് നമ്മുടെ ഫുഡ് ആൻഡ് ഹോബ് വരാനുള്ള ഒരു സ്പേസ് ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് നോക്കിയേ, ഈ ഭാഗത്തായിട്ടൊക്കെ സ്റ്റോറേജ് സ്പേസിനെ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു പാർട്ടീഷന്റെ ഈ ഒരു താഴ്ഭാഗത്തേക്ക് നോക്കി ഇവിടെയായിട്ടും സ്റ്റോറേജ് സ്പേസുകളെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ മാക്സിമം സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു കബോർഡിന്റെ ഡോറുകൾക്കെല്ലാം പ്രൊഫൈൽ ഹാൻഡിലുകളെ നൽകിയിരിക്കുന്നു. ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഡ്രോ സിസ്റ്റംസും മറ്റുമൊക്കെ ഇവിടെയും അണിയിച്ചൊരുക്കിയിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയും മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലേക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്പേസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നു.
ഈ ഭാഗത്തായിട്ടാണ് നിങ്ങളുടെ സിങ്കിന്റെ സ്ഥാനം വരുന്നത്. ഈ ഒരു വശത്തായിട്ടാണ്. സാധാരണഗതിയിൽ അടുക്കളയുടെ ടൈലുകൾ വ്യത്യസ്തമാകാറാണ് പതിവ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസവും കൊടുത്തിട്ടില്ല. ലിവിങ്ങിലും ഡൈനിങ്ങിലും കാണുന്ന അതേ കളർ ടൈലുകളെ തന്നെയാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു സ്പേസ് അടുക്കളയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് സ്വിച്ച് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കാം. അല്ലെ ഡൈനിങ് ഏരിയയിൽ ഇഷ്ടംമാതിരി സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് ഡൈനിങ് ഏരിയയിൽ വേണമെങ്കിൽ വെക്കാം. ഇനി ഇവിടെയായിട്ട് ഡോർ വരുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ ഈ ഒരു ഡോർ നമുക്ക് ഉപയോഗിക്കാം. നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ആ ഒരു വർക്ക് ഏരിയയുടെ സ്പേസ്. അപ്പൊ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇത് കാണുന്ന വീടിന്റെ ചുറ്റുമതിലോട് ചേർന്ന സ്പേസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെയായിട്ട് ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് ടോപ്പിൽ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫിറ്റിംഗ്സ് ഒക്കെ നല്ല രസമുണ്ടല്ലേ. ഇനി താഴത്തായിട്ട് ആവശ്യത്തിന് ഒരു സ്റ്റോറേജ് സ്പേസും മറ്റുമൊക്കെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ നോക്കി ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഇത്തിരി പരുക്കൻ സ്വഭാവമുള്ള ടൈലുകളെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വർക്ക് ഏരിയ പൂർണ്ണമായിട്ടും ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്ത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വശം പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. ഡോർ ജിയുടെ സ്ക്വയർ ട്യൂബും പോളികാർബണേറ്റ് ഷീറ്റും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ വീടിന്റെ മുൻഭാഗത്തേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും. ആ ഒരു സ്പേസ് ആണ്, അല്ലെങ്കിൽ അവിടേക്ക് എത്താനുള്ള ഒരു വഴിയാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് മറുഭാഗത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെക്കാനുള്ള ഒരു സ്പേസ്. സാധാരണ ഇതിൽ വീട്ടിൽ പ്രായം ചെന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ ലോണ്ടറി സ്പേസ് ഒന്നും മുകളിലത്തെ നിലയിലൊന്നും വെക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് താഴെ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് ഈ ഒരു സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഇവിടെയായിട്ട് വെക്കാം. അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ടൊരു ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുക്കള മുറ്റം എന്ന് പറയുന്ന ആ ഒരു സ്പേസിലേക്ക് ഇറങ്ങാം. ഇവിടെ പൂർണ്ണമായിട്ടും ആ ഒരു ഇന്റർലോക്ക് ബ്രിക്സ് തന്നെയാണ്. നിങ്ങൾക്ക് പച്ചക്കറി തോട്ടം ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രോ ബാഗുകളെ ആശ്രയിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു വീടിന് ചുറ്റുമതിലോട് ചേർന്നുള്ള ഇത്രയും ഒരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ ഇത്രയും നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പച്ചക്കറി തോട്ടമോ അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുള്ള സ്ഥല സൗകര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിലെ ബെഡ്റൂമുകളിലേക്കാണ്. വീട്ടിൽ മുഴുവൻ 5 റൂമുകളാണ് ഉള്ളത്. അതിൽ 4 അറ്റാച്ച്ഡ് ആണ്. അതേപോലെ തന്നെ 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലാണ്. ബാക്കിയുള്ള റൂമുകളെല്ലാം മുകളിലത്തെ നിലയിലായിട്ടാണ്. ഇവിടെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് 2 ഡോറുകൾ നമുക്ക് കാണാൻ പറ്റും. 2 ബെഡ്റൂമുകളിലേക്ക് പോകേണ്ട ഡോറുകളാണ്. ഡോറുകളുടെ കാര്യം നോക്കിയാൽ റെഡിമെയ്ഡ് സ്കിൻ ഡോർസ് ഒന്നുമല്ല, തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡോർ തന്നെയാണ്. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണും ഈ ഒരു ഡോറിന് കൊടുത്തേക്കുന്ന കാണാം. അപ്പൊ നമുക്ക് നേരെ റൂമിലേക്ക് കയറാം. ആദ്യത്തെ റൂം കാഴ്ചയിൽ അത്രയ്ക്കും വലിപ്പമുള്ള റൂം അല്ല കേട്ടോ. ഒരു ചെറിയ റൂമാണ്. നമുക്ക് ഇന്നലെ നീളവും വീതിയും നോക്കാം. ഏകദേശം 11.02 അടിയാണ് നീളം വരുന്നത്. വീതിയിലായി നോക്കിയാൽ 9.21 അടി. 101.53 സ്ക്വയർ ഫീറ്റ് ആണ്. 101.53 സ്ക്വയർ ഫീറ്റ് ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 9.432 മീറ്റർ സ്ക്വയർ ആണ്. 9.432 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം എന്ന് പറയുന്നത്. ഈ ഒരു ഭിത്തിയിലായിട്ട് 3 പാളികളുടെ ജനാല. ഈ ഒരു ഭിത്തിയിൽ മാത്രമാണ് ജനാല ഉള്ളത്. ഇവിടെയായിട്ട് വാർഡ്രോബിനെ കൊടുത്തിട്ടുണ്ട്. 3 ഡോറുകളുള്ള വാർഡ്രോബാണ്. നടുവിലത്തെ ഡോറിനകത്ത് നമുക്ക് മിററും കൊടുത്തേക്ക് കാണാൻ പറ്റും. സൈഡിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ്, ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകളെയും കൊടുത്തിരിക്കുന്നു. ഇനി ഫ്ലോറിംഗിന്റെ ടൈലുകൾ ലിവിംഗിലും ഡൈനിങ്ങിലും അടുക്കളയിലും ഒക്കെ കണ്ട സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. സീലിംഗിലേക്ക് നോക്കിയാൽ ഒരു ജിപ്സം സീലിംഗ് വർക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്ട്രിപ്പ് ലൈറ്റുകളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് സ്പോട്ട് ലൈറ്റുകളെ വെച്ചിട്ടാണ് ആ ഒരു കളർ പാറ്റേൺസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെയും ഓറിയന്റിന്റെ ഒരു BLDC ഫാൻ നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. PVC ഡോസ് ആണ് ഇവിടെ ബാത്റൂമിന് വരുന്നത്. ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ബാത്റൂമാണ് ഇവിടെ വരുന്നത്. ഒരുപാട് വലുതാണ്, മീഡിയം വലുപ്പം. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, അതിനോട് ചേർന്ന് തന്നെ ഹീറ്ററിന്റെ പോയിന്റ് നമുക്ക് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ. വലിയ റേഞ്ച് ഷവറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ. അതേപോലെ തന്നെ ഇങ്ങനെ അറ്റത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നതാണ്. മറ്റേ സെറയുടെ ഒരു ബേസ് വേരിയന്റ് മോഡലായിട്ട് വരുന്ന വാഷ് ബേസിലാണ്. നേരെ മുകളിൽ മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമും ബാത്റൂമും നമ്മൾ കണ്ടു. ഇനി നേരെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു, ഇതിനോട് ചേർന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ സ്ഥലം. അപ്പോൾ ഇതും സെയിം തടി കൊണ്ടുള്ള ഡോറുകൾ തന്നെയാണ്. ആദ്യത്തെ ബെഡ്റൂമിനെ പോലെയല്ല രണ്ടാമത്തെ ബെഡ്റൂം കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. നമുക്ക് ആ ഒരു നീളവും വീതിയും കൃത്യമായിട്ട് നോക്കാം. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 11.39 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 13.01 അടി. 148.18 സ്ക്വയർ ഫീറ്റ്. 148.18 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിലെ വലുപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണെങ്കിൽ 13.766 മീറ്റർ സ്ക്വയർ, 13.766 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലുപ്പം.
ഇനി ഇവിടെ നോക്കിയ രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല നമുക്ക് കാണാം. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. വലിയ ഫാമിലി കൂട്ട് കട്ടിൽ നിങ്ങൾക്ക് ഇവിടെ ഇടാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ 3 പാളികളുടെ ജനാല ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ട് വാർഡ്രോബിനെ കൊടുത്തിരിക്കുന്നു. ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട വാർഡ്രോബ് അല്ല, ഡിസൈൻ പാറ്റേൺ ആകെ മാറിയിരിക്കുന്നു. വലിയ 2 ഡോറുകളാണ്. ഉള്ളിലായിട്ട് നല്ല സ്ഥല സൗകര്യമുണ്ട്. ഇവിടെയായിട്ട് ഒരു ഡോറ്, ചെറിയ ഡോറ് കൊടുത്ത് അതിനകത്ത് മിറർ കൊടുത്തിരിക്കുന്നു. ഉള്ളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴത്തെ ഡ്രോകളൊക്കെ കൊടുത്തിരിക്കുന്നു. മൊത്തത്തിൽ മട്ടിക്കൂട്ട് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിലെ ടൈലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെയിം എല്ലാ റൂമുകളിലും ഇതേ ടൈലുകൾ തന്നെയാണ്. ഇവിടുത്തെ സീലിംഗിലേക്ക് നോക്കിയേ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടെ സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് ഈ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു BLDC ഫാനിനെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം. PVC ഡോർസ് ആണ് ഇവിടെ ബാത്റൂം വരുന്നത്. നേരെ ബാത്റൂമിനുള്ളിലേക്ക് കയറാം. ആദ്യത്തെ ബാത്റൂമിൽ കണ്ട അതേ വലുപ്പം തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും. ലാസ്റ്റ് പോർഷനിലായിട്ടാണ് ക്ലോസറ്റ് ഏരിയ. സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ്. നേരെ മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, അതിനോട് ചേർന്ന് ഹീറ്ററിന്റെ പോയിന്റ് കാണാം. ഏറ്റവും മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനിനുള്ള പോയിന്റും നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ. വലിയ റേഞ്ച് ഷവർ തന്നെ. ലെക്സസിന്റെയാണ് ഫിറ്റിംഗ്സ് എല്ലാം വരുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് വാഷ് ബേസിൻ ഏരിയ വരുന്നു. സെറയുടെ വാഷ് ബേസിൻ നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ താഴത്തെ ബെഡ്റൂംസ് പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. 2 ബെഡ്റൂമുകൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. ഇവിടെയായിട്ടാണ് സ്റ്റെയറിന്റെ സ്ഥാനം. സ്റ്റെയറിന്റെ കൈവരികൾ നോക്കി, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ആ ഒരു കൈവരികളെ ഒരുക്കിയിരിക്കുന്നത്. പടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് വെച്ച് പടികളും വശങ്ങളിലായിട്ട് നമ്മളുടെ ഫ്ലോറിംഗിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കയറി ആദ്യത്തെ ലാൻഡിങ്ങിൽ എത്തിക്കുമ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു ഫാൻസി ലൈറ്റിന് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു വശത്തായിട്ട് പർഗോളയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്റ്റെയർ കയറി നമ്മൾ നേരെ മുകളിലേക്ക് എത്തുന്നു. നേരെ കയറി നമ്മൾ എത്തുന്നത് നമ്മളുടെ അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ഒരു അപ്പർ ലിവിംഗ് ഇവിടെ കിട്ടുന്നു. സാധാരണഗതിയിൽ ഇത്രയും റൂമുകളുള്ള വീട്ടിൽ ഇത്രയും വലിയൊരു അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടാറില്ല. ഇവിടെ നോക്കിയേ, നല്ല വലുപ്പമുള്ള അപ്പർ ലിവിംഗ് ആണ്. ഇവിടെയായിട്ട് TV യൂണിറ്റ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് നിങ്ങളുടെ TV വെക്കാൻ പറ്റും. ഇവിടെയായിട്ടെല്ലാം നമുക്ക് LED ലൈറ്റുകൾ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. ടിവിയുടെ മറ്റു ഉപകരണങ്ങൾ വെക്കാനുള്ള സ്പേസ് താഴത്തായിട്ട് നമുക്ക് കിട്ടുന്നു. ഇവിടെയായിട്ട് ഒരു BLDC ഫാൻ കൊടുത്തിരിക്കുന്നു. TVക്ക് കാറ്റ് കിട്ടാനായിരിക്കാം അങ്ങനെ ഒരു ഫാനിനെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും സെറ്റിയോ മറ്റു കാര്യങ്ങളോ ഒരിക്കലും ഇവിടെ അല്ല ഇടുന്നത്. ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ്. ഇവിടെയായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ സെറ്റിയോ മറ്റു കാര്യങ്ങളോ ഇടാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ ഫ്ലോറിംഗിന്റെ ടൈലുകൾ നോക്കിയാൽ താഴത്തെ നമ്മൾ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെ സീലിംഗിലേക്ക് നോക്കാം. വലിയ സീലിംഗ് വർക്കല്ല, ചെറിയ സീലിംഗ് വർക്കാണ്. അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്റ്റെയറിന്റെ കൈവരികൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് അവസാനിക്കുന്നു. ഇവിടെയായിട്ടാണ് ബാൽക്കണിയുടെ സ്ഥാനം വരുന്നത്, ഈ ഒരു വശത്തായിട്ട്. അപ്പോൾ ബാൽക്കണി നമുക്ക് പിന്നെ കാണാം. അപ്പോൾ നമുക്ക് ബെഡ്റൂമുകൾ കണ്ടു തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു TV യൂണിറ്റ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് കയറാം. നല്ല വലിയ ബെഡ്റൂമാണ് കേട്ടോ. കാഴ്ചയിൽ നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. ഏകദേശം വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 12.19 അടിയാണ് വീതി വരുന്നത്. നീളത്തിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 14.75 179.89 സ്ക്വയർ ഫീറ്റ് ആണ്. 179.89 സ്ക്വയർ ഫീറ്റ് ആണ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 16.712 60.712 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം എന്ന് പറയുന്നത്. നല്ല വലിയ റൂമാണ് അല്ലേ. ഇവിടെ നോക്കി 2 ഒറ്റപ്പാളികളുടെ ജനാല നമുക്ക് കാണാം. ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നിങ്ങളുടെ വലിയ ഫാമിലി കൂട്ട് കട്ടിൽ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയായിട്ടാണ് വാർഡ്രോബിന്റെ സ്ഥാനം കൊടുത്തേക്കുന്നത്. നോക്കി, വലിയ ഡോറുകളൊക്കെ ഉള്ള വാർഡ്രോബിനെയാണ് കൊടുത്തേക്കുന്നത്. നല്ല ഡിസൈൻ തന്നെ. ഇതിനകത്ത് ഇവിടെ മിറർ നമുക്ക് കൊടുത്തേക്കുന്നതാണ്. ഫ്ലോറിംഗിന്റെ ടൈലുകൾ സെയിം കളർ ടൈലുകൾ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. താഴത്ത് നമ്മൾ കണ്ട അതേ ഡിസൈൻ തന്നെയാണ്. ഇനി സീലിംഗിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ സീലിംഗ് വർക്ക് അത്യാവശ്യം നല്ലൊരു സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു. ജിപ്സം സീലിംഗ് തന്നെയാണ്. ഇവിടെയും കളർ ടോൺസ് മിൽക്കി വൈറ്റും വാം കളർ ടോൺ തന്നെ ഓറിയന്റ് ഒരു സീലിംഗ് ഫാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ബാത്റൂമിന്റെ സ്ഥാനം. PVC ഡോസ് ആണ് ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരു നീളൻ ബാത്റൂമാണ് കേട്ടോ. സാധാരണ ഇതിൽ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെയല്ല, ഇതൊരു നീളൻ ബാത്റൂമാണ്. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ വരുന്നു. ഫ്ലോർ മൗണ്ട് ആയിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ആണ്. സെറയുടെ ക്ലോസറ്റ് സെറ്റ് ആണ്. തൊട്ട് ചേർന്ന് തന്നെ എയർ വെന്റിലേഷൻ വിൻഡോ കാണുന്നു. അതിനോട് ചേർന്ന് തന്നെ ഹീറ്ററിന്റെ പോയിന്റ് നമുക്ക് കാണാം. ഏറ്റവും മുകളിൽ എക്സോസ്റ്റ് ഫാനുള്ള പോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. സെൻട്രലായിട്ടാണ് നമ്മുടെ ബാത്ത് ഏരിയ. വലിയ റേഞ്ച് ഷവർ തന്നെയാണ്. ലെക്സസിനെയാണ് ഫിറ്റിംഗ്സ് വരുന്നത്. ഇവിടെ ലാസ്റ്റ് പോർഷനായിട്ട് ഇവിടെയാണ് നമ്മുടെ വാഷ് ബേസിൻ. സെറയുടെ വാഷ് ബേസിൻ ആണ്. നേരെ മുകളിൽ മിററും LED ലൈറ്റിനെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. അതായത് 4ാമത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് നമുക്ക് പോകേണ്ടത്. TV യൂണിറ്റ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അല്പം ഉള്ളിലേക്ക് മാറിയിട്ട് ഈ കാണുന്ന ഡോർ വന്നാൽ നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. താഴത്തെ നിലയിൽ നമ്മൾ കണ്ട ആ വലിയ ബെഡ്റൂമിലെ അതിന് നേരെ മുകളിലായിട്ടാണ് ഈ ഒരു റൂം വരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം അതേ വലിപ്പമാണ്. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 11.24 വീതി വരിക. അടിയാണ് പറയുന്നത് കേട്ടോ. 12.98 ഫീറ്റ് ആണ് നീളം വരിക. 145.93 സ്ക്വയർ ഫീറ്റ് ആണ്. അതായത് 145.93 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ 13.557 മീറ്റർ സ്ക്വയർ ആണ്. 13.557 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം.
ഇവിടെ രണ്ട് ഒറ്റപ്പാളിക്കുള്ള ജനാല ഇവിടെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ബെഡ് സ്വിച്ചുകൾ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ വലിയ കട്ടിൽ നിങ്ങൾക്ക് ഇടാൻ പറ്റും, ഫാമിലി കോട്ട് കട്ടിൽ. ഇവിടെയായിട്ട് 3 പാളിക്കുള്ള ജനാല ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബിന്റെ സ്ഥാനം, വലിയ വാർഡ്രോബിനെ തന്നെ ഇവിടെയും പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കാം, സെയിം എല്ലാ റൂമുകളിലും ഇതേ ടൈലുകൾ തന്നെയാണ്. ഇനി നേരെ സീലിംഗിലേക്ക് നോക്കാം. മുകളിലത്തെ നിലയിൽ എത്തുമ്പോൾ പതിവ് പോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൽ സീലിംഗിന്റെ വർക്കുകൾ അല്പം പിശുക്കിയിരിക്കുന്നു, കുറച്ചിരിക്കുന്നു. BLDC ഫാൻ ഓറിയന്റഡ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ട് ബാത്റൂമിന്റെ സ്ഥാനം PVC ഡോസ് തന്നെയാണ് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ ഒരു മീഡിയം വലുപ്പമാണ്, ഒരുപാട് വലുത് എന്ന് അവകാശപ്പെടുന്നില്ല. ലാസ്റ്റ് പോർഷനായിട്ട് ക്ലോസറ്റ് ഏരിയ, ഫ്ലോർ മൗണ്ടായിട്ടുള്ള ക്ലോസറ്റ് സെറ്റ് ഏരിയയാണ്. ഏറ്റവും മുകളിലായിട്ട് എയർ വെന്റിലേഷൻ വിൻഡോ, അതിനോട് ചേർന്ന് തന്നെ ഹീറ്ററിന്റെ പോയിന്റ്, എക്സോസ്റ്റ് ഫാൻ ഉള്ള പോയിന്റ് നമുക്ക് കാണാനായിട്ട് വരും. സെൻട്രലായിട്ടാണ് ബാത്ത് ഏരിയ, വലിയ റെയിൻ ഷവറിനെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. എക്സസിന്റെയും മറ്റു ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലാസ്റ്റ് പോർഷനായിട്ട് വാഷ് ബേസിൻ, സെറയുടെ വാഷ് ബേസിൻ ആണ്. നേരെ മുകളിലായിട്ട് മിററും LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളെ കണ്ടു. ഇനി നമുക്ക് ബാൽക്കണി ഒന്ന് കണ്ടാലോ. ദാ ഇവിടെ സ്റ്റെയറിന്റെ കൈവരികൾ അവസാനിക്കുന്ന ഭാഗത്ത് ഈ കാണുന്ന ഡോർ തുറന്നാൽ നമുക്ക് നേരെ ഈ വീടിന്റെ ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഇവിടെയാണ് ബാൽക്കണി സ്പേസ്. അത്യാവശ്യം നല്ലൊരു ബാൽക്കണി സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നു കേട്ടോ. നമ്മളുടെ സിറ്റ് ഔട്ട് ഏരിയ അല്പം കുറവാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ഒരു ബാൽക്കണി സ്പേസ് കാണുമ്പോൾ മനസ്സിലാവും നല്ല വലുപ്പമുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ കൈവരികൾ നോക്കി, ജിയുടെ സ്ക്വയർ ടൂളും അതേപോലെ തന്നെ MS-ന്റെ ഷീറ്റിനകത്ത് CNC കട്ടിങ് വരുന്ന ഡിസൈനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ആ ഒരു കൈവരികളെ കൊടുത്തിരിക്കുന്നത്. അതേ ഡിസൈൻ പാറ്റേൺ തന്നെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഇവർ കൊടുത്തിരിക്കുന്നു. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പർഗോള വരുന്നുണ്ട്. പർഗോളയ്ക്ക് ഒരു ഫ്രെയിം വർക്ക് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. മൾട്ടിവുഡിലാണ് ചെയ്തേക്കുന്നത്, തുറക്കാവുന്നതല്ല കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു വശത്തേക്ക് മാറി കഴിഞ്ഞാൽ ഇവിടെ കൈവരികളുടെ കുറച്ച് ഭാഗമുണ്ട്. ഇവിടുത്തെ ഈ ഒരു കൈവരികളുടെ ഭാഗം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ട്യൂബും ടഫൻ ഗ്ലാസുകളുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബാൽക്കണിയിലെ ടൈലുകളും റൂമുകളിലേക്ക് പോലെ അതേ ഡിസൈൻ ടൈലുകളെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. നേരെ മുകളിലായിട്ട് ഒരു ചെറിയ സീലിംഗ് വർക്കും കൊടുത്തേക്കുന്ന ഒരു ചിപ്സ് സീലിംഗ് വർക്ക് ചെയ്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിലെ 5ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഈ റൂമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കാണാം, അതല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ട് കാണാം, അതല്ലെങ്കിൽ ഒരു ബെഡ്റൂമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. അറ്റാച്ച്ഡ് അല്ല എന്ന് മാത്രം. ഈ ഡോർ തുറന്ന് നേരെ ആ റൂമിലേക്കാണ്. സ്ക്വയർ ഫീറ്റിൽ പെടുത്താവുന്ന റൂം തന്നെയാണ്. നിങ്ങൾക്ക് നമുക്ക് നീളവും വീതിയും ഒന്ന് നോക്കാം. നീളത്തിന്റെ കാര്യം പറഞ്ഞാൽ 11.09 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 9.64 അടിയാണ്. 106.89 സ്ക്വയർ ഫീറ്റ് ആണ്. 106.89 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. മീറ്റർ സ്ക്വയറിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 9.930 മീറ്റർ സ്ക്വയർ ആണ്. 9.930 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂമിന്റെ വലിപ്പം. ഇവിടെയായിട്ട് 3 പാളികളുടെ ജനാല നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളിത് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടോ അല്ലെങ്കിൽ ലോണ്ടറി സ്പേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ ഫ്ലോറിങ്ങിന്റെ ടൈലുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെയിം നമ്മൾ മറ്റു റൂമുകളിൽ കണ്ട അതേ ടൈലുകൾ തന്നെയാണ് ഇവിടെ നോക്കിയ സീലിംഗ് ചെയ്തിരിക്കുന്നു. ഒരു ബെഡ്റൂമിന്റെ കണക്കിലൊക്കെ തന്നെ ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് നേരെ ടെറസിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയായിട്ടാണ് ടെറസിലേക്ക് പോകാനുള്ള വഴി. സാധാരണ ഇതിൽ സൺഷെയ്ഡിനൂടെ കാണുന്ന ഭാഗത്ത് ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ചുള്ള പടികളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, കോൺക്രീറ്റ് ആണ്. വശങ്ങളെല്ലാം കൈവരികൾ വളരെ ഭംഗിയായിട്ട് തന്നെ ജിയുടെ സ്ക്വയർ ട്യൂബ് വെച്ച് ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗം ഷീറ്റ് ഇട്ട് വളരെ നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. സ്റ്റെയർ കയറി നമ്മൾ നേരെ ഈ വീടിന്റെ ടെറസിലേക്ക് വരികയാണ്. നല്ല വലിയൊരു ടെറസ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇടുന്നുണ്ട്. ആ ഒരു ഷേപ്പ് ഡിസൈനിന്റെ ആ ഒരു ഭാഗം ഇവിടെയായിട്ടാണ്. അതിന്റെ മുകളിലായിട്ട് ഷിംഗിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാരപ്പറ്റിന്റെ മുകളിലായിട്ട് കൊടുത്തേക്കുന്ന ഈ ഒരു ഡിസൈൻ പാറ്റേൺ നോക്കിക്കേ, നല്ല ഭംഗിയുള്ള ഡിസൈൻ പാറ്റേൺ ഇവിടെ കൊടുത്തേക്ക് നമുക്ക് കാണാം. അതേപോലെ തന്നെ വാട്ടർ ടാങ്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റാൻഡും അതേപോലെ തന്നെ വാട്ടർ ടാങ്കും കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇതിനോട് ചേർന്ന് തന്നെ വീടുകളുണ്ട്. തൊട്ടടുത്തായിട്ട് എല്ലാം വീടുകളുള്ള ഒരു ഭാഗമാണ്. അത്യാവശ്യം നല്ല തരത്തിലുള്ള അതായത് ഒരുപാട് ആളുകൾ താമസിക്കുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വീടെല്ലാം നമ്മൾ കണ്ടു. ഇനി അറിയേണ്ടത് ഈ വീടിന്റെ വില എന്താണ് എന്നുള്ളതാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 13 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ വിലയിലേക്ക് നമുക്ക് വരാം. വില പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അല്ലെങ്കിൽ തുടർച്ചയായി വീഡിയോകളെ കണ്ടുകൊണ്ടിരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്ന മുഴുവൻ വില 66 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് നേരിട്ട് വന്ന് സ്ഥലം കാണുക, പണികൾ കാണുക, വിലയിരുത്തുക, നിങ്ങളുടെ ഡീലുകൾ നല്ല രീതിയിൽ ഉറപ്പാക്കുക. തീർച്ചയായും ബാർഗെയിൻ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകൾ നിങ്ങളുടെ പക്കലുണ്ട്, മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായിട്ടുണ്ട് എന്നെങ്കിൽ തീർച്ചയായും ചാനലിനെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഒരുമിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. 360stardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതുമല്ലെങ്കിൽ 9048266360 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.